നാണിക്കാതെ പറ ചക്കരെ. വീഡിയോ കോളിലൂടെ തന്നോട് അടിവസ്ത്രത്തിൻ്റെ അളവ് ചോദിച്ച വിമലിന് മുന്നിൽ ലക്ഷ്മി നാണത്തോടെ തലകുനിച്ചു. മടിക്കാതെ പറഞ്ഞോളൂ, വിമൽ അവളെ നിർബന്ധിച്ചു. 32. ലക്ഷ്മി കൊഞ്ചി പറഞ്ഞു. ഹോ, വിമലിൻ്റെ കണ്ണ് വിടർന്നു. എന്നാ നമ്മളൊന്ന് നേരിട്ട് കാണുന്നേ. വിമൽ അവളെ നോക്കി ചുണ്ട് നനച്ചു. ലക്ഷ്മി മറുപടി പറയാൻ തുടങ്ങിയതും പുറത്ത് ബൈക്കിൻ്റെ ഹോൺ മുഴങ്ങിയതും ഒരുമിച്ചായിരുന്നു. അവളുടെ ഉള്ളിലൊരു ആന്തൽ ഉണർന്നു. വിഷ്ണുവേട്ടൻ. അവൾ വേഗം ഫോൺ കട്ട് ചെയ്ത് തിണ്ണയിലേക്ക് ചെന്നു. ഇന്നാ കുറച്ച് ബീഫാണ്. വിഷ്ണു ബൈക്കിൻ്റെ ഹാൻഡിലിൽ തൂക്കിയിട്ടിരുന്ന കറുത്ത കവർ ലക്ഷ്മിക്ക് നേരെ നീട്ടി. ഏട്ടനെന്താ നേരത്തെ? നീയൊന്നും അറിഞ്ഞില്ലേ? ഉച്ചതൊട്ട് ഹർത്താലാണ്, അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. കയ്യിലിരുന്ന താക്കോല് കൊണ്ട് തല ചൊറിഞ്ഞ് വിഷ്ണു അകത്തേക്ക് നടന്നു. ലക്ഷ്മി വല്ലായ്മയോടെ അകത്തേക്ക് കയറി. വിഷ്ണു കുളിച്ചു വന്നപ്പോൾ അവൾ ഭക്ഷണമെടുത്ത് മേശപ്പുറത്ത് വച്ചു. ചോറുരുട്ടി വലിയ ഉരുളകളായി അയാൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് എന്തോ പോലെ തോന്നി. കഴിച്ചു കഴിഞ്ഞ് വിഷ്ണു പതിവ് പോലെ വിരൽ നക്കുന്നത് കൂടി കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം ഇരച്ചു കയറി. ഏട്ടന് ചോദിച്ചാൽ ഞാൻ ചോറ് ഇനിയും തരില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വിരൽ നക്കുന്നത്? ലക്ഷ്മി ഈർഷ്യയോടെ വിഷ്ണുവിനെ നോക്കി. ശീലമായിപ്പോയി ലക്ഷ്മി, മനഃപൂർവ്വമല്ല. വിഷ്ണു വിഷണ്ണതയോടെ ഭാര്യയെ നോക്കി. അവളൊന്ന് ഇരുത്തി മൂളിക്കൊണ്ട് എച്ചിൽ പാത്രങ്ങളെടുത്ത് അടുക്കളയിലേക്ക് നടന്നു. പാത്രങ്ങൾ കഴുകി വച്ച് അവൾ മുറിയിലേക്ക് നടന്നു. മുറിയിൽ കുത്തിയിട്ടിരുന്ന ഫോൺ തെളിയുന്നത് കണ്ട് അവൾ ഓടിച്ചെന്ന് അതെടുത്തു. വിമലിൻ്റെ കോളാണ്. അവൾ വിഷ്ണു എവിടെയാണെന്ന് നോക്കി. വിഷ്ണു ഹാളിലിരുന്ന് TV കാണുകയാണെന്ന് ബോധ്യപ്പെട്ടതോടെ അവൾ ശ്രദ്ധയോടെ കോൾ അറ്റൻഡ് ചെയ്തു. എത്ര നേരമല്ലേ ചൂ ഞാൻ വിളിക്കുന്നു? വിമലിൻ്റെ പരിഭവം നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ ലക്ഷ്മിക്ക് ചിരി വന്നു. ഞാൻ പിന്നെ വിളിക്കാം, വിഷ്ണുവേട്ടൻ ഇന്ന് നേരത്തെ വന്നു. ലക്ഷ്മി അടക്കി പിടിച്ചു പറഞ്ഞു. ആ കോന്തൻ വന്നോ? ശരി, നീ രാത്രി ഓൺലൈനിൽ വാ. വിമൽ നിരാശയോടെ ഫോൺ കട്ടാക്കി. ലക്ഷ്മി വല്ലാത്തൊരു നാണത്തോടെ ഫോൺ കയ്യിലെടുത്ത് ബെഡിൽ ഇരുന്നു. കിടക്കയിൽ 1.5 വയസ്സുകാരൻ അച്ചു ഉറങ്ങിക്കിടക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ മുടിയിലൊന്ന് തലോടിയ ശേഷം അവൾ ഫോണിൽ ഫേസ്ബുക്ക് തുറന്ന് വിമലിൻ്റെ പ്രൊഫൈൽ എടുത്തു. എന്ത് ഭംഗിയാണ് വിമലിനെ കാണാൻ. നല്ല വെളുത്ത് കട്ടത്താടിയും പൂച്ചക്കണ്ണുമൊക്കെയുള്ള ഒരു സുന്ദരൻ. അവൾ വിമലിൻ്റെ ഫോട്ടോയിൽ പ്രണയപൂർവ്വം ഉമ്മ വെച്ചു. സാധാരണ ഫോൺ മാത്രമുണ്ടായിരുന്ന ലക്ഷ്മി കൂട്ടുകാരുടെ കയ്യിലെ ഫോൺ കണ്ടാണ് നിർബന്ധം പിടിച്ച് വിഷ്ണുവിനെ കൊണ്ടൊരു സ്മാർട്ട് ഫോൺ വാങ്ങിപ്പിക്കുന്നത്. ഫോണിൽ വാട്സാപ്പും ഫേസ്ബുക്കും എടുത്തു തന്നത് കടയിലെ ചെക്കനാണ്. ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പെട്ടെന്ന് തന്നെ എല്ലാം കൈകാര്യം ചെയ്യാൻ പഠിച്ചു. ഫേസ്ബുക്കിൽ ഒരു ഐഡിയും എടുത്തു. കാണാൻ സുന്ദരിയായ അവളുടെ ഫോട്ടോ തന്നെയായിരുന്നു പ്രൊഫൈൽ പിക്ചർ ഇട്ടിരുന്നത്. അറിയുന്നവരും അറിയാത്തവരുമായി ചാറ്റിങ്ങും പോസ്റ്റും കമൻറ്റും എല്ലാം കൊണ്ട് ലക്ഷ്മിക്ക് ഫേസ്ബുക്ക് വല്ലാണ്ടങ്ങും ബോധിച്ചു. അങ്ങനെ ഒരിക്കൽ വന്നതാണ് വിമലിൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ്. സാധാരണ പോലെ തുടങ്ങിയ സംസാരം എപ്പോഴോ പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു. പ്രണയം കടന്ന് അത് വേറെ തലങ്ങളിലേക്കും എത്തി. തന്നെക്കുറിച്ചെല്ലാം ലക്ഷ്മി വിമലിനോട് പറഞ്ഞിരുന്നു. +2 പഠിക്കുമ്പോൾ അച്ഛൻ തളർന്നു വീണതും വല്യച്ഛന്മാർ ചേർന്ന് അതിസുന്ദരിയായ ലക്ഷ്മിയെ 4ാം ക്ലാസ് പഠിപ്പ് മാത്രമുള്ള കറുത്ത് പല്ല് പന്തിയ വിഷ്ണുവെന്ന ബസ് ഡ്രൈവർക്ക് കെട്ടിച്ചു കൊടുത്തതും വിഷ്ണു തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണെങ്കിലും ഉള്ളിലിപ്പോഴും ചില സമയങ്ങളിൽ ഒരുതരം ഇഷ്ടക്കുറവ് തോന്നാറുണ്ടെന്നും അവൾ വിമലിനോട് സങ്കടത്തോടെ തുറന്നു പറഞ്ഞു. അവൻ്റെ തേൻ പുരട്ടിയ സാന്ത്വനങ്ങൾ ലക്ഷ്മിയുടെ ഉള്ളിൽ പ്രണയത്തിൻ്റെ കുളിർമഴ പെയ്യിച്ചു. ബന്ധം മുന്നോട്ടു പോകെ തൻ്റെ കിടപ്പറ രഹസ്യങ്ങൾ പോലും ലക്ഷ്മി അവനുമായി സംസാരിച്ചു. തന്നെ കിടപ്പറയിൽ പൂർണ്ണമായും തൃപ്തിയാക്കാൻ വിഷ്ണുവേട്ടന് കഴിയാറില്ലെന്നും വിഷ്ണുവിന് ജോലി കാര്യങ്ങളിലാണ് എപ്പോഴും ശ്രദ്ധയെന്നും അവൾ സങ്കടത്തോടെ അവനോട് പറഞ്ഞു.
നേരെ തിരിച്ചും അവനും അവൻ്റെ കാര്യങ്ങൾ അവളുമായി പങ്കുവച്ചിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മോനായ വിമൽ ഒരു കമ്പനിയിലെ മാനേജറാണ്. ഇഷ്ടംപോലെ പൈസയുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടില്ല. തൻ്റെ സങ്കല്പത്തിലെ ഭാവി വധുവിന് ലക്ഷ്മിയുടെ രൂപമായിരുന്നുവെന്നും കല്യാണം കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ലക്ഷ്മിയെ കല്യാണം കഴിച്ചേനെ എന്നൊക്കെ പറഞ്ഞ് അവനും നിരാശപ്പെട്ടു. മെസ്സഞ്ചറിൽ നിന്നും വാട്സപ്പിലേക്ക് ആ ബന്ധം വളർന്നു. പ്രണയവും കാമവും അവരുടെ ചാറ്റുകളിൽ നിറഞ്ഞൊഴുകി. വീഡിയോ കോളിലൂടെ അർദ്ധനഗ്ന പ്രദർശനവും ബന്ധത്തെ ഒന്നുകൂടെ കൊഴിപ്പിച്ചു. വെളുപ്പിനെ പോകുന്ന വിഷ്ണു രാത്രി ഓട്ടോയും കഴിഞ്ഞ് ബസ്സും കഴുകിയിട്ട് വരുമ്പോൾ രാത്രി ഒരുപാട് കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊന്നും വിഷ്ണു അറിഞ്ഞിരുന്നില്ല. ഇപ്പോഴും നോക്കിയ ഫോൺ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് നടക്കുന്ന വിഷ്ണുവിന് സ്മാർട്ട് ഫോൺ കൈകാര്യം ചെയ്യാനോ മലയാളം ഇംഗ്ലീഷും കൂടി കലർന്ന മംഗ്ലീഷ് വായിക്കാനോ അറിവുണ്ടായിരുന്നില്ല. ലക്ഷ്മി വിമലിനെയും വിഷ്ണുവിനെയും വെറുതെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കി. വിമലിൻ്റെ ചിരിക്ക് വല്ലാത്തൊരു ആകർഷണമാണ്. ഇളം പൂച്ച കണ്ണുകളിൽ പ്രണയം തുടിക്കും. സംസാരം പോലും എന്ത് സൗമ്യമാണ്. നേരെ തിരിച്ച് വിഷ്ണുവേട്ടനോ? ചിരിക്കുമ്പോൾ ചെറുതായി പൊന്തിയ പല്ലിൻ്റെ വിരൂപത ഒന്നുകൂടി വർദ്ധിക്കും. മഞ്ഞപ്പ് കലർന്ന കണ്ണുകളിൽ പിടയ്ക്കുന്ന ചോര ഞരമ്പുകൾ, കട്ടിയുള്ള ശബ്ദവും പൊട്ടിച്ചിരിയും. ലക്ഷ്മി ഒരു ദീർഘനിശ്വാസം ഉതിർത്തു. എന്തൊരു സുന്ദരിയാണ് താൻ! എന്നിട്ടും ഭർത്താവായി കിട്ടിയതോ തനിക്കൊട്ടും ചേരാത്ത ഒരാളും. ലക്ഷ്മി! അവളുടെ ചിന്തകൾക്ക് വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് വിഷ്ണുവിൻ്റെ ശബ്ദം മുഴങ്ങി. അവൾ പല്ലിറുമിക്കൊണ്ട് ഹാളിലേക്ക് നടന്നു. എന്താ ഏട്ടാ? ഇത്തിരി ചായ താടി, വല്ലാത്ത ദാഹം. ലക്ഷ്മി ഒന്നും വേണ്ടാതെ അടുക്കളയിലേക്ക് ചെന്ന് ചായ ഉണ്ടാക്കി. തിളച്ച ചായ ഗ്ലാസ്സിലേക്ക് പകർത്തി തിരിഞ്ഞതും പെട്ടെന്ന് അവൾ അടുക്കളയിൽ കിടന്ന അച്ചുവിൻ്റെ കളിപ്പാട്ടത്തിൽ തെന്നി കാല് കുത്തി വീണതും ഒരുമിച്ചായിരുന്നു. അമ്മേ! ലക്ഷ്മി അലറി കരഞ്ഞു. വിഷ്ണു ഹാളിൽ നിന്നും ചാടി എണീറ്റ് അടുക്കളയിലേക്ക് ഓടി. അടുക്കളയിൽ വീണ് കിടക്കുന്ന അവളെ വിഷ്ണു കയ്യിൽ കോരിയെടുത്ത് മുറിയിൽ കൊണ്ടുപോയി കിടത്തി. ചായ മറിഞ്ഞ് ലക്ഷ്മിയുടെ കൈയും പൊള്ളിയിരുന്നു. വീണ് സെക്കൻഡുകൾക്കുള്ളിൽ അവളുടെ കാലും നീര് വന്നു. ഹോസ്പിറ്റലിൽ പോയാൽ ലക്ഷ്മി? വിഷ്ണു ആദ്യോടെ ചോദിച്ചു. പോവാം. വേദന കൊണ്ട് ലക്ഷ്മിയുടെ മുഖം ചുളിഞ്ഞു. വിഷ്ണു വേഗം അടുത്ത വീട്ടിലെ ശാന്ത ചേച്ചിയെയും കൂട്ടിക്കൊണ്ടുവന്നു. കൂട്ടുകാരനെ വിളിച്ച് അവൻ കൊണ്ടുവന്ന ഓട്ടോയിൽ ലക്ഷ്മിയെ വിഷ്ണു കോരിയെടുത്ത് കിടത്തി. അച്ചുവിനെയും കൊണ്ട് ശാന്തയും അവർക്കൊപ്പം കയറി. കാലിൻ്റെ എല്ലിന് പൊട്ടലുണ്ട്, കൈകളിൽ ചെറുതായി പൊള്ളലുണ്ട്, പ്ലാസ്റ്റർ ഇടേണ്ടി വരും. ഡോക്ടർ ലക്ഷ്മിയെ പരിശോധിച്ച ശേഷം വിഷ്ണുവിനോട് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? ഇല്ലടോ. എന്തായാലും ലക്ഷ്മിയെ 2 ദിവസം ഇവിടെ കിടക്കട്ടെ, മറ്റന്നാൾ കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യാം. ശരി ഡോക്ടർ. കാലിൽ പ്ലാസ്റ്റർ ഇട്ട ശേഷം ലക്ഷ്മിയെ മുറിയിലേക്ക് മാറ്റി. ഞാൻ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം ലക്ഷ്മി. വരുമ്പോൾ എൻ്റെ ഫോണും കൂടി എടുക്കണേ ഏട്ടാ. ആ, എടുക്കാം. അച്ചുവിനെയും ലക്ഷ്മിയെയും ശാന്ത ചേച്ചിയെ ഏൽപ്പിച്ച് വിഷ്ണു വീട്ടിൽ പോയി വന്നു. അന്നത്തെ രാത്രി അങ്ങനെ കടന്നുപോയി. പിറ്റേന്ന് വിഷ്ണു വീട്ടിൽ പോയ നേരത്ത് ലക്ഷ്മി വാട്സപ്പ് തുറന്നു. വിമലിനെ ഓൺലൈനിൽ കാണുന്നില്ലെന്ന് മാത്രമല്ല, ലാസ്റ്റ് സീൻ ഇന്നലെ രാത്രി 7 മണിക്കാണ്. അവൾ വേഗം ഫേസ്ബുക്കിൽ നോക്കിയെങ്കിലും വിമൽ പ്രസാദ് എന്ന അവൻ്റെ ID പോലും കാണാനില്ലായിരുന്നു. അവൾ പരിഭ്രമത്തോടെ അവൻ്റെ നമ്പറിൽ വിളിച്ചു നോക്കിയെങ്കിലും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൾ ടെൻഷനോടെ വീണ്ടും ഫേസ്ബുക്കിൽ പേര് തിരയവേ വിമൽ പ്രസാദ് എന്ന ചെന്നായ എന്ന പേരിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. മിടിക്കുന്ന ഹൃദയത്തോടെ അവളത് പ്ലേ ചെയ്തു. അതൊരു പെൺകുട്ടിയുടെ ലൈവായിരുന്നു. എൻ്റെ പേര് ആതിര. ഞാൻ 4 മാസമായി വിമൽ പ്രസാദ് എന്നൊരാളുമായി ഫേസ്ബുക്ക് വഴി പ്രണയത്തിലായിരുന്നു. എന്നാൽ അതൊരു ചതിയായിരുന്നു. അയാൾ എന്നോട് പലപ്പോഴും നഗ്നചിത്രങ്ങൾ ആവശ്യപ്പെടുകയും മറ്റും ചെയ്തിരുന്നു. ഒരിക്കൽ നേരിട്ട് കാണണമെന്നും അയാൾക്കൊപ്പം ഞാൻ കിടന്നു കൊടുക്കണമെന്നും പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നി. ഞാൻ അയാളെ ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്തു.
ആ വാശിക്ക് അയാൾ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും എൻ്റെ ചിത്രങ്ങൾ നെറ്റിൽ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞു മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു. അയാളുടെ പേര് വിമൽ എന്നല്ലെന്നും അയാൾക്ക് വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുണ്ടെന്നും പേര് രവി എന്നാണെന്നും എന്നോട് പറഞ്ഞു. എന്നെപ്പോലെ ഒരുപാട് പേര് അയാളുടെ ഇരകളാണെന്നും മറ്റും അയാൾ പറഞ്ഞു. ആതിര എന്ന ആ കുട്ടി സംസാരിക്കുന്നിടയിൽ കരയുന്നുമുണ്ടായിരുന്നു. ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ അതറിഞ്ഞ് അയാൾ എല്ലാ അക്കൗണ്ടുകളും പൂട്ടി മുങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഇങ്ങനെയൊരു ഗതികേട് വന്നു, ഇനി ആർക്കും വരരുത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു ലൈവ് വന്നത്. കണ്ണീരോടെ ആ കുട്ടി പറഞ്ഞു നിർത്തി. ലക്ഷ്മിക്ക് തല ചുറ്റും പോലെ തോന്നി. പലപ്പോഴും തൻ്റെ ചിത്രങ്ങളും അയാൾ ചോദിച്ചിട്ടും സാഹചര്യമില്ലാഞ്ഞതുകൊണ്ട് ഒന്നും അയച്ചിട്ടില്ല. ഭാഗ്യം കൊണ്ട് താൻ രക്ഷപ്പെട്ടു. അവൾ ആ വീഡിയോ പരിശോധിച്ചു. ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ പെൺകുട്ടിയെയും അയാളെയും തെറി വിളിച്ചുകൊണ്ടുള്ള കമൻസാണ് നിറയെ. ചില സ്ത്രീകൾ ഇയാളെ അറിയാമെന്നും തങ്ങളോടും മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും തുറന്നു പറഞ്ഞിട്ടുണ്ട്. എല്ലാം കണ്ട് ഭ്രാന്തി പിടിച്ച ലക്ഷ്മി ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ഫോൺ നിലത്ത് വീണ് ചിതറിയ ശബ്ദം കേട്ട് ബാത്റൂമിലായിരുന്ന ശാന്ത വാതിൽ തുറന്നിറങ്ങി. ഉറങ്ങിക്കിടന്ന അച്ചു എണീറ്റ് കരഞ്ഞു. എന്താ മോളെ ഒരു ശബ്ദം കേട്ടെ? ശാന്ത അച്ചുവിനെ എടുത്ത് കരച്ചിൽ മാറ്റിക്കൊണ്ട് ചോദിച്ചു. അത് ഫോൺ താഴെ വീണതാ ചേച്ചി. ലക്ഷ്മി തൻ്റെ മുഖത്തെ പരിഭ്രമം മറച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് തുറന്നു കിടന്ന വാതിലിലൂടെ വിഷ്ണു അകത്തേക്ക് കയറി വന്നു. അയാളുടെ കയ്യിൽ 2 വലിയ കവറുണ്ടായിരുന്നു. ഇതെന്താ ഏട്ടാ? മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് ലക്ഷ്മി തിരക്കി. ചോറാ ലക്ഷ്മി. ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കി. അയാൾ ചോറും പാത്രം മേശപ്പുറത്തേക്ക് എടുത്തു വച്ചു. അത് ക്യാൻറ്റീനിൽ നിന്നും വാങ്ങിയാൽ പോരായിരുന്നോ വിഷ്ണു? ശാന്ത ചോദിച്ചു. വേണ്ട ചേച്ചി, അതൊന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റൂല. വളിച്ചതും പുളിച്ചതും എല്ലാം കാണും. ലക്ഷ്മിയുടെ ഭാഗ്യമാണ് കേട്ടോ ഇങ്ങനെയൊരു ഭർത്താവിനെ കിട്ടിയത്. ശാന്ത ചിരിയോടെ പറഞ്ഞുകൊണ്ട് അച്ചുവിനെയും എടുത്ത് പുറത്തേക്ക് പോയി. എൻ്റെ ലക്ഷ്മി, നിങ്ങൾ പെണ്ണുങ്ങളെ സമ്മതിക്കണം ഇങ്ങനെ കഷ്ടപ്പെടുന്നതിന്. ദേ ഞാനൊരു കറി വച്ചപ്പോഴേക്കും കൈയൊക്കെ മുറിഞ്ഞും പൊള്ളിയും ഒരു പരുവമായി. വിഷ്ണു തൻ്റെ തഴമ്പിച്ച കൈ അവൾക്ക് നേരെ നീട്ടി. ലക്ഷ്മിയുടെ മനസ്സ് കുറ്റബോധത്താൽ ചുട്ടുനീറി. ശരിയാണ്, വിഷ്ണുവേട്ടന് ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. പക്ഷേ തന്നെ ഒരു കുറവും വരാതെയാണ് നോക്കിയത്. തൻ്റെ അഹങ്കാരം കൊണ്ടാണ് പലപ്പോഴും ഏട്ടനെ അവഗണിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഇരിക്കുന്ന മനുഷ്യനല്ലേ ലോകത്തെ ഏറ്റവും സുന്ദരൻ? ഈ പുഞ്ചിരിക്കല്ലേ ഏറ്റവും മനോഹാരിത? തൻ്റെ ഈ ജീവിതമല്ലേ സ്വർഗതുല്യമായ ജീവിതം? താൻ എന്തൊരു വൃത്തികെട്ട പെണ്ണാണ്. സ്വന്തം ഭർത്താവിനെ മറന്ന് വേറെ ഒരുത്തിനിൽ സുഖം തേടിപ്പോയ തെറ്റുകാരി. ഈ സ്നേഹം, ഈ ആത്മാർത്ഥത താൻ മനഃപൂർവ്വം അവഗണിച്ചല്ലോ ദൈവമേ. ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നീ എന്തിനാ ലക്ഷ്മി കരയുന്നേ? വിഷ്ണു ഭാര്യയെ ചേർത്ത് പിടിച്ചു. ഒന്നുമില്ലേട്ടാ. ലക്ഷ്മി കുറ്റബോധത്തോടെ വിഷ്ണുവിനെ തന്നിലേക്ക് മുറുക്കി കെട്ടിപ്പിടിച്ചു. ചെയ്ത തെറ്റിന് മനസ്സിൽ 100,000 വട്ടം മാപ്പ് പറഞ്ഞുകൊണ്ട് അവൾ കണ്ണീരോടെ വിഷ്ണുവിൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. എല്ലാറ്റിനും മൂകസാക്ഷിയായി ആ ചിതറിയ ഫോൺ അവിടെ ചത്തു കിടന്നു.